ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഹുണ്ടായി ഐ10ൻ്റെ ഗിയർ ലിവർ കവർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഇത് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്. ലെതറായിരുന്നു, ഇപ്പോൾ ഡാമേജായി. ഇപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തു. ഇന്നായിരുന്നു ഡെലിവറി കിട്ടിയത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, അതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അക്സസറീസ് അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിയത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലെതർ ടൈപ്പാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗിയർ ലിവറിൻ്റെ നോവ് നമുക്ക് റിമൂവ് ചെയ്യണം. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റിമൂവ് ചെയ്യാനുള്ളത്. നമുക്കെല്ലാവർക്കും ഇത് ഈസി ആയിട്ട് മാറാൻ പറ്റും. ഇത് നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ചെറിയ 2 സ്ക്രൂ ഡ്രൈവർ ആവശ്യമാണ്. ഈ ബീഡിങ് നമുക്ക് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ സ്ക്രൂ ഡ്രൈവർ അകത്തോട്ട് വെച്ച് തിക്കി ചെറിയ ചെറിയ ലോക്കുകളാണ്. അത് പതിയെ അപ്പോൾ ലോക്കെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊരിയെടുക്കാം. ഗിയർ ലിവറിൻ്റെ കവറ് നമുക്കിവിടെ 4 സ്ക്രൂ ആണ് വരുന്നത്. 4 സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇത് നമുക്ക് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. അപ്പോൾ ഇത്ര കാര്യമേ ഉള്ളൂ നമുക്ക് ഇത് ഗിയർ ലിവർ കവർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പുതിയ നമുക്ക് ഇൻസർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് പഴയതാണ്, ഇത് ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതാണ്. ഹൈറ്റിൽ വ്യത്യാസമുണ്ട്. അത് പ്രോബ്ലം ഇല്ല, കാര്യം ഇത് ലെതർ ടൈപ്പല്ല, നമുക്ക് താഴോട്ട് നിൽക്കും. അതുകൊണ്ട് ഹൈറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് സ്യൂട്ടാണെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. കറക്റ്റ് സ്യൂട്ട് തന്നെയാണ്, കറക്റ്റ് സൈസൊക്കെ കറക്റ്റ് തന്നെയാണ്. കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അത് പ്രോബ്ലം ഇല്ല. നമുക്കത് സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഗിയർ ലിവറിൻ്റെ ഫ്രെയിം വരുന്നത്. ഇത് കവർ. അപ്പോൾ ഇത് നമുക്ക് ഇൻസെർട്ട് ചെയ്യുക, എല്ലാ സൈഡും ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുക. അതും കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി 4 സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് ഫിക്സ് ആക്കാം. ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല, കാര്യം ഇത് ഫൈബർ പീസുകളാണ്. അതുകൊണ്ട് ഓവർ ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓവർ ടൈറ്റ് ഉണ്ട്, മീഡിയം ടൈറ്റ് മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഇൻസർട്ട് ചെയ്യാം.
അടുത്തതായി നമ്മളെ നോബും കൂടെ, ഇത് ക്ലോക്ക് വൈസിൽ വേണം നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ ടൈറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഗിയർ ലിവർ കവർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വേറെ പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് ലെങ്ത് കൂടിപ്പോയിരുന്നു, അതുകൊണ്ട് ഇത് ഉള്ളിലേക്ക് കുറച്ച് ഇരിക്കുകയാണ്. അതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഹുണ്ടായി ഐ10ൻ്റെ ഗിയർ ലിവർ കവർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഒരു മെക്കാനിക്കിൻ്റെ സഹായമൊന്നും നമുക്ക് വേണമെന്നില്ല. ഒരു ചെറിയ 2 സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് ഇത് സെറ്റാക്കാവുന്നേ ഉള്ളൂ. ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.